നമസ്കാരം. ഇൻകം പ്രൂഫ് ഇല്ലാത്തവർക്കും സ്വന്തമായിട്ടൊരു വീട് എന്ന ലക്ഷ്യം പൂവണിയാൻ പോകുന്നു. അതിനായിട്ട് ഒരു പുതിയ സംവിധാനം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇനി വീട് പണിയാം, വളരെ എളുപ്പത്തിൽ വീട് പണിയാം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ ഒരു പ്രോജക്റ്റും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ആർട്ടിക്കൽ രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സിമ്പിളായിട്ട് ആർട്ടിക്കൽ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടും. ഇനിയല്ല വീഡിയോ കണ്ടിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. പൊതുവെ വീട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. ഈ വീട് പണിയാൻ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പൈസ ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ ചിട്ടികളിലോ നമ്മുടെ സ്വർണ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് തുക വേറെയും കാണും. അല്ലാതെ നമുക്ക് ഈ വീട് മൊത്തം ഫിനിഷ് ആക്കാനുള്ള ഒരു വലിയ തുക ഉണ്ടാവില്ല. ഉദാഹരണം, ഒരു വീടിന്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയാണെങ്കിൽ, ഇപ്പോൾ 15 ലക്ഷം രൂപയാണെങ്കിൽ, ഈ 15 ലക്ഷം രൂപയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക 2-3 ലക്ഷം രൂപയായിരിക്കും. ഈ 15 ലക്ഷം രൂപയുടെ വീടെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികേറ മല പോലെ അവർക്ക് ഫീൽ ചെയ്യും. നല്ല എമൗണ്ട് വേണമല്ലോ, എങ്ങനെ ഇത് കണ്ടെത്തും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചിട്ട് ഈ ജോലി, അതായത് വരുമാനം ഇല്ലാത്ത, പ്രൂഫ് ഇല്ലാത്ത ആൾക്കാർ, അതായത് പെയിന്റ് തൊഴിലാളികൾ, അവർക്ക് പ്രൂഫ് ഉണ്ടാവില്ല. ഓട്ടോ തൊഴിലാളികൾ, അവർക്ക് പ്രൂഫ് ഉണ്ടാവില്ല, കയ്യിലാണ് കാശ് കിട്ടുക. മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രൂഫ് ഉണ്ടാവില്ല. ദിവസവേതന അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് പ്രൂഫ് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് വരുമാനം ഇല്ലാതെയൊന്നുമില്ല. അവർക്ക് വരുമാനമുണ്ട്. മാസത്തിൽ 10,000 മുതൽ 15,000 20,000 ഒക്കെ വരുമാനം പലർക്കും ഉണ്ടാവും. കൂലിപ്പണിക്ക് പോകുന്നവർക്ക് പോലും ഈ പറഞ്ഞ വരുമാനമുണ്ട്. പക്ഷെ കാണിക്കാൻ വേണ്ടിയിട്ട് രേഖകൾ ഇല്ല എന്നതാണ്. അതായത് പ്രൂഫ് ഇല്ല എന്നാണ്. അങ്ങനെ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് മാത്രം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ഹോം ലോണുകൾ ഈ ഒരു നാട്ടിലുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഇനി ഇങ്ങനെ ആർക്കും ഈ ഒരു അവഗണന ഉണ്ടാവില്ല. കാരണം അതിന് ഒരു സ്ഥാപനമുണ്ട്. എല്ലാ നാടുകളിലും ഉണ്ടാവും. ഞാൻ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള സംഭവങ്ങളും എല്ലാം കൂടിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലും കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശം ഒന്ന് കണ്ടാലോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഹൗസിംഗ് ഫിനാൻസ് സെറ്റപ്പ് ചെയ്ത് തരുന്ന ആൾക്കാർ. ഇവരുടെ സൈറ്റിനകത്ത് നമുക്ക് താഴെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റും. 18,885 കോടി അസറ്റ്സ് ആണ് ഇവരുടെ മാനേജ്മെന്റ് ഉള്ളത്. 2,46,983 ഹാപ്പി കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. 3,695 എംപ്ലോയീസും 471 സിറ്റികളിലും യൂണിയൻ ടെറിട്ടറിയിലും സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ട് വൻ സന്നാഹം തന്നെയാണ് ഇവരുടെ ടീമായിട്ടുള്ളത്. പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോം ലോൺ അവൈലബിൾ വിത്തൗട്ട് ഇൻകം പ്രൂഫ്. ഇൻകം പ്രൂഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഹോം ലോൺ കിട്ടും. അതുപോലെ തന്നെ ലോണിന്റെ കാലാവധി 30 വർഷം വരെ നിങ്ങൾക്ക് കിട്ടും, അനുവദിച്ച് കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ വരുമാനം മിനിമം മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതായത് എവിടെ നിന്നുള്ള വരുമാനം, അതിന് പ്രൂഫില്ല, എവിടെ നിന്നുള്ള വരുമാനം, അത് 10,000 രൂപയ്ക്ക് മിനിമം വരുമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഹോം ലോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ലോൺ പ്രൊസീജിയർ ആൻഡ് അഫോർഡബിൾ EMIs, ടാക്സ് ബെനിഫിറ്റ് അണ്ടർ Section 80C. Then step number 1 assessment, step number 2 conditional loan sanction, and step number 3 security assessment, and step number 4 loan disbursement. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോൺ എത്രയാണ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, EMI കാൽക്കുലേറ്റർ എല്ലാം ഇതിനകത്ത് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. 96,37,866 രൂപ ഒരു ലോൺ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1,14,125 രൂപയാണ് EMI വരിക. 96 ലക്ഷം രൂപയുടെ വീടാണ്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു വീട് പണിയുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് നമുക്ക് EMI ആയിട്ട് വരിക. ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. സോ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് കർണാടകയിലാണ്. കോപ്പറേറ്റീവ് ഓഫീസ് വരുന്നത് മുംബൈ അന്തേരിയിലാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളുണ്ട്. ഇനി ബ്രാഞ്ച് ലൊക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രാഞ്ച് ലൊക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളവരുടെ ബ്രാഞ്ച് കാണാൻ സാധിക്കും. കണ്ണൂർ ബ്രാഞ്ച്, ഞങ്ങളുടെ തൊട്ടടുത്ത് കണ്ണൂരുണ്ട് ബ്രാഞ്ച്. അതുപോലെ തന്നെ വടകരയിലുണ്ട്, ഹസനിലുണ്ട്, കാലിക്കറ്റിൽ ബ്രാഞ്ച് ഉണ്ട്, മൈസൂരുണ്ട്, ഷിമോഗയിലുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്. എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്. തീർച്ചയായിട്ടും ഇത്രയൊക്കെ സ്ഥലത്തുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. കൊച്ചിയിൽ പോലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. കൊച്ചിയിലെ കോൺടാക്ട് നമ്പർ കണ്ടോ, അവരുടെ ഓരോ ബ്രാഞ്ചിലെ കോൺടാക്ട് നമ്പർ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് കോൺടാക്ട് ചെയ്യുന്നത്, തൃശ്ശൂരിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കാലിക്കറ്റിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ ഓഫീസിലെ നമ്പർ പ്രത്യേകം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റേറ്റ് അടിക്കുക, അതിന് സിറ്റി, ഏത് സിറ്റിയാണെന്നുള്ളത് ആ
സിറ്റി എടുക്കുക. തൃശ്ശൂർ, ട്രിവാൻഡ്രം, കണ്ണൂർ, കൊച്ചി, കാലിക്കറ്റ്, അങ്ങനെ ഏത് സിറ്റിയാന്ന് വെച്ചാൽ അവിടെ സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ കോട്ടയത്തെ ഡീറ്റെയിൽ വേണമെങ്കിൽ അപ്ലൈ നൗ എന്ന് അടിച്ച് കോട്ടയത്തുള്ള നമ്പർ കാര്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് നേരിട്ട് അവരെ തന്നെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവരുടെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഇതാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. 1 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ്. റിവ്യൂ കാര്യങ്ങൾ വായിച്ചു നോക്കുക. ആധാർ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ RBIയുടെ NBFC ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവരുടെ സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. EMI ഒക്കെ പേ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വീടെന്ന സ്വപ്നം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ഇവരെ കോൺടാക്ട് ചെയ്യുക. പറ്റാവുന്ന ആൾക്കാരും ബാങ്കിൽ നിന്ന് മാത്രം എടുക്കുക. പുറത്തുള്ള NBFCകളിൽ നിന്ന് കുറച്ചുകൂടി സുഖം ബാങ്കിൽ നിന്നാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവുണ്ടാവും. പക്ഷേ ഇവരുടെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇവരെല്ലാത്തിനും ലോൺ പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആക്കി തരും എന്നാണ് പ്രത്യേകത. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട് സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനെ ഷെയർ ചെയ്യുക. കൂടുതലായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.